സാധാരണക്കാരന്റെ വയറ്റത്തടിച്ച് പാചകവാതകത്തിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു കേന്ദ്രം. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടയിൽ രണ്ടാമത്തെ വർധനയാണിത്. വില കുത്തനെ കൂടുമ്പോഴും വർധന അനിവാര്യമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് കൂടുതൽ അവതാളത്തിലാക്കി അടുക്കള ചെലവ് വീണ്ടും ഉയരുകയാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് ഇന്ന് കൂട്ടിയത്. 29 രൂപയുടെ വർധന. പുതുക്കിയ നിരക്കനുസരിച്ച് 14.2 കിലോ ഗാർഹിക സിലിണ്ടറുകളുടെ വില കേരളത്തിൽ പലയിടത്തും 950 കടന്നു. ഡൽഹിയിൽ 942, കൊൽക്കത്തയിൽ 968, ഹൈദരാബാദിൽ 996, പട്നയിൽ 1031 പുതുക്കിയ വില. മാർച്ച് 7 ശേഷം 2 തവണയായി 89 രൂപയാണ് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. നമ്മൾ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇരുട്ടടി പോലെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു ഇരുട്ടടി പോലെയാണ്. മാസത്തിൽ 3 പ്രാവശ്യം എന്ന് പറഞ്ഞോണം ഈ ഗ്യാസിന് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എങ്ങനെ ജീവിക്കും? അതുപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ മുഴുവൻ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിൻ്റെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്യാസിൻ്റെ സാധാരണക്കാരെ രക്ഷിക്കാനാണ് ഒരു ഗവൺമെൻറ് വേണ്ടത്. ഇത് അടിക്കടി കേന്ദ്ര ഗവൺമെൻറ്റിന് സാധാരണക്കാരുടെ ഒരു വിചാരവും ഇല്ലാതെ അടിക്കടി ഇങ്ങനെ ഗ്യാസിനായാലും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിയും കൊണ്ടാണ് ഈ ഉള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നത് ഊർജ്ജ വിതരണത്തെ സാരമായി ബാധിച്ചതിനാലാണ് വിലവർധനയെന്നാണ് എണ്ണ കമ്പനികളുടെ വിശദീകരണം. മെയ് 15 ശേഷം പെട്രോൾ, ഡീസൽ വില 4 തവണയായി 7.5 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 42 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. വില കൂടുമ്പോഴും എണ്ണ കമ്പനികൾ കടുത്ത നഷ്ടം സഹിക്കുന്നുവെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിലപാട്. ഒരു സിലിണ്ടർ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് 1600 രൂപയിൽ അധികമാണ്. അതിനാൽ ഓരോ സിലിണ്ടറിലും ഏകദേശം 700 രൂപയുടെ നഷ്ടം നേരിടുന്നുണ്ട്. രാജ്യത്തെ ഗാർഹിക സിലിണ്ടർ വില അയൽരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കുറവാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.